Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ തന്നെ പറയണ്ടായി അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ടേം തന്നെ വരുന്നത് അല്ലേ, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ആയതുകൊണ്ടാണ്, ട്രാൻസ്ഫറബിൾ ആയതുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൈവശവും ഉടമസ്ഥതയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിന് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എൻറ്റൈറ്റിൽമെൻ്റ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻസിനെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഓബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാൾക്ക് ഒരു കൺസിഡറേഷന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ എൻഡോഴ്സബിലിറ്റി, ഇങ്ങനെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേറൊരു ഡീഡൊന്നും എഴുതേണ്ട കാര്യമില്ല, എഗ്രിമെൻ്റ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഒരാളുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം, സെയിൽ ഡീഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിച്ച് എഗ്രിമെൻ്റ് എഴുതി ആ എഗ്രിമെൻറ്റിനെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് ഒരാളുടെ പേരിൽ നിന്നും മറ്റൊരാളുടെ പേരിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ കൈവശമുള്ള അല്ലെങ്കിൽ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. ചില ഇൻസ്ട്രുമെൻറ്റ്സിൽ ഈ സൈൻ ചെയ്യൽ പോലും ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ബൈ മിയർ ഡെലിവറി. എന്താ ഡെലിവറി? അയാളുടെ കൈവശത്തു നിന്ന് മറ്റൊരാൾ അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും, അത് പാസ് ഓൺ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ബിയറർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിയറർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഹുവർ മേ ബി ദ ബിയറർ, അവർക്കാണ് അതിൽ പൈസ കിട്ടാനുള്ള എലിജിബിലിറ്റി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ഡെലിവറി മാത്രം ചെയ്താൽ മതി. അല്ല, ബിയറർ ഇൻസ്ട്രുമെൻ്റ് അല്ല, ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് വിചാരിക്കുക. എന്താ ഈ ഓർഡർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ, പേ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആരുടെ പേരാണോ അതിൽ എഴുതിയിരിക്കുന്നത് അയാളുടെ ഓർഡർ അനുസരിച്ച് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, എൻഡോസ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്, ചെക്കാണ്, ഈ ചെക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നു, എൻഡോസ്ഡ് ടു, അയാളുടെ പേര് ആർക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അയാളുടെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, താഴെ ചെയ്ത് കൊടുക്കുന്ന ആൾ സൈൻ ചെയ്യും. അപ്പോൾ അതോടുകൂടി ബില്ല് ആരുടെ ആയിട്ട് മാറി, കൊടുത്തിട്ടുള്ള ആളുടെ അല്ലേ, ആർക്കാണോ അത് കിട്ടിയിരിക്കുന്നത് അയാളുടെ ആയിട്ട് മാറി. അയാൾക്ക് ഇനി വേറൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ചെക്കിനെയോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനോ വീണ്ടും എൻഡോസ് ചെയ്യാം. ക്ലിയർ? ഏതുവരെ എൻഡോസ് ചെയ്യാം, അതിൻ്റെ വാലിഡിറ്റി പീരീഡ് വരെ എൻഡോസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലുള്ള വരുന്ന ഒരു ട്രാൻസ്ഫറബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ക്ലിയർ? So the main feature of negotiable instruments is negotiability, and it can be transferred from one person to another either by mere delivery or by endorsement and delivery. Okay, for endorsement delivery മുഖേനയോ അതല്ലെങ്കിൽ ബൈ മിയർ ഡെലിവറി ഉപയോഗിച്ചിട്ടോ ചെയ്യാം അല്ലേ. ബൈ മിയർ ഡെലിവറി ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ദ ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി ബിയറർ ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? അത് എൻഡോഴ്സ്മെൻറ്റ് ഡെലിവറി ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഇൻസ്ട്രുമെൻറ്റ് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്ലിയർ? ഒരാളുടെ ഓർഡർ അനുസരിച്ച് പൈസ കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ്? സോ ദ ടേം എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓക്കെ, എന്താണ് ലാറ്റിൻ വേർഡ് എന്നത്, ഇൻഡോർസം. ക്ലിയർ? ഇൻഡോർസം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ്. ക്ലിയർ? ആ ലാറ്റിൻ വേർഡ് നിന്നാണ് എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളൊരു ടേമിലേക്ക് മാറുന്നത്. ക്ലിയർ? ഇൻഡോഴ്സം. ഓക്കെ, സോ വിച്ച് മീൻസ്, എൻ്റെ അർത്ഥം എന്താ, ഓൺ ദി ബാക്ക് എന്നർത്ഥം. ക്ലിയർ? സോ ഇൻഡോർസം മീൻസ് ഇൻ ലാറ്റിൻ വിച്ച് മീൻസ് ഓൺ ദ ബാക്ക്. ക്ലിയർ? അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ കണ്ടൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, ആർക്ക് പൈസ കൊടുക്കണം, എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നു, ഫ്രീ സ്പേസ് ആയിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഡോസ്ഡ് ടു, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട അവരുടെ പേര് എഴുതി ഈ കൊടുക്കുന്ന ആൾ സൈൻ ചെയ്ത് കൊടുക്കും. ക്ലിയർ? സോ ദ എൻഡോഴ്സ്മെൻറ്റ് മീൻസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. ക്ലിയർ? നെഗോസിയേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. സോ it means signing on the back of the negotiable instrument for the purpose of negotiation. So section 15 of Negotiable Instrument Act 1881
defines endorsement as follows. Clear? Where എന്താണ് legal definition? Clear? So where the maker or holder of a negotiable instrument signs the same otherwise than such maker for the purpose of negotiation on the back or face thereof, or on the slip of a paper annexed thereto, or signs for the same purpose a stamp paper intended to be completed as a negotiable instrument, he is said to endorse the same and is called the endorsement. അപ്പോൾ ഇതാണ് ഒരു ലീഗൽ ഡെഫിനിഷൻ. ഇതിൻ്റെ ടേമിലേക്ക് നമ്മൾ വരിക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സോ മേക്കർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ആൾ അല്ലേ. ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, അത് ലീഗലായിട്ട് ഒരാൾക്ക് കിട്ടിയുള്ള ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സോ, ക്ലിയർ, അങ്ങനെ വരുന്ന ഒരാൾ, ക്ലിയർ, ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സൈൻസ് ദ സെയിം, ക്ലിയർ, അതർവൈസ് ദാൻ ദ മേക്കർ, സച്ച് മേക്കർ സാധാരണഗതിയിൽ സൈൻ ചെയ്യാറുണ്ട്, അതിന് പുറമെ, ക്ലിയർ, എന്തുകൂടെ ചെയ്യുന്നു, അഡീഷണൽ സൈൻ ബാക്കിൽ ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷന് വേണ്ടി അത് ബാക്കിൽ സൈൻ ചെയ്യുന്നു, ക്ലിയർ. ദെൻ ഓൺ ദ ബാക്ക് ഓഫ് ദെയർ ഓഫ് ഓർ ഓൺ എ സ്ലിപ്പ് ഓഫ് പേപ്പർ. ഇനി ബാക്കിൽ സൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓൺ ദ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് വിചാരിക്കുക, ക്ലിയർ. സോ ഓൺ ദ ബാക്ക് ഓർ ഫേസ് എന്ന് കൊടുത്തേക്കും, ക്ലിയർ. എന്താ ഫേസ് എന്ന് പറയുന്നത്? ചിലപ്പോൾ നെഗോഷിയേഷൻ ചെയ്യാൻ നമുക്ക് സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലേ, അവിടെ തന്നെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫേർഡ് ടു അല്ലെങ്കിൽ എൻഡോസ് ടു എഴുതി സൈൻ ചെയ്യാം. അതില്ലാത്തത് കൊണ്ടാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ കേസിൽ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്നത്. ഇനി ബാക്ക് ഓഫ് ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം, ഒരു ചെക്കിൻ്റെ ബാക്ക് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ എത്ര സ്ഥലം തന്നെ ഉണ്ടാകും, കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ മുഴുവൻ എൻഡോസ് ചെയ്ത് കുറേ ആയിക്കഴിഞ്ഞു, ഇനി സ്ഥലമൊന്നുമില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും, നമ്മളൊരു സെപ്പറേറ്റ് ഷീറ്റ് ഇതിനോട് അറ്റാച്ച് ചെയ്യും, ക്ലിയർ. ഒരു സെപ്പറേറ്റ് ഷീറ്റ് എടുത്ത് അതിൽ എൻഡോസ്മെൻറ്റ് ചെയ്തിട്ട് ഇതിനോടൊപ്പം എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതും വാലിഡ് ആണ്, ക്ലിയർ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും, ഇതിന് അലൗൻസ് എന്നൊക്കെ പറയും, ക്ലിയർ. അപ്പം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്ലിപ്പിൽ ചെയ്യുകയാണെങ്കിലും, ക്ലിയർ, അത് അതിലേക്ക് അനക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് എൻഡോസ്മെൻ്റ് ആയിട്ട് തന്നെ പറയും. ഫോർ ദ പർപ്പസ് ഓഫ്, ക്ലിയർ, സ്റ്റാമ്പ് പേപ്പർ ഇൻറ്റൻഡഡ് ടു ബി കംപ്ലീറ്റഡ് ഫോർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഹീ സെഡ് ടു എൻഡോസ് ദ സെയിം ആൻഡ് ഈസ് കോൾഡ് എൻഡോസ്മെന്റ്, ക്ലിയർ. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ബാക്കിൽ, ക്ലിയർ, അല്ലെങ്കിൽ ഫേസിൽ, മിക്കവാറും ബാക്കിൽ, ക്ലിയർ, അതല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ, ക്ലിയർ, ട്രാൻസ്ഫറിന് വേണ്ടി സൈൻ ചെയ്ത്, ക്ലിയർ, നൽകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോസ്മെന്റ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്ത് പറയുന്നു, എൻഡോസർ, ക്ലിയർ. സോ ഹൂവർ മേ ബി endorsing the same will be called as an endorser. Okay? The person who transfers his right to another person will be called as an endorser. Clear? ആർക്കാണോ ഇത് കിട്ടുന്നത് ആ വ്യക്തി നമ്മൾ എന്ത് പറയും, എൻഡോസി. ഓക്കെ, അപ്പം അങ്ങനെ എൻഡോസറും എൻഡോസി. So this endorsement is the act of signing a negotiable instrument by the maker or endorser for the purpose of negotiation. നെഗോഷിയേഷന് വേണ്ടി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ മേക്കറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻഡോസറോ സൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് നമ്മൾ എൻഡോസ്മെന്റ്. സോ ദ പേഴ്സൺ ഹു സൈൻസ് എ ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ ഈസ് കോൾഡ് എൻഡോസർ. ആരാണോ അയാളുടെ റൈറ്റ് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ബാക്കിൽ സൈൻ ചെയ്യുന്നത് ആ വ്യക്തിയെ എൻഡോസർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോസ്ഡ് ഈസ് കോൾഡ് ആസ് ആൻ എൻഡോസ്. ആരുടെ പേർക്കാണോ അത് എഴുതി കൊടുക്കുന്നത് അവരെ എന്ത് പറയും, എൻഡോസി. ക്ലിയർ? സോ എൻഡോസർ മേ സൈൻ either on the face or back of the negotiable instrument. Clear? Generally it is on the back. സാധാരണഗതിയിൽ ബാക്കിലാണ്. ഇനി ഫേസിൽ ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് ഷീറ്റിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം. അലൗൺസ്, ALLONGE. ക്ലിയർ? അത് നേരത്തെ പറഞ്ഞ പോലെ ഇനി ബാക്ക് സൈഡിൽ മുഴുവൻ നമ്മൾ എൻഡോസ്മെൻറ്റ് ചെയ്ത് ഫില്ലായി എന്ന് വിചാരിക്കുക. പക്ഷേ വീണ്ടും നമുക്ക് ഒരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഷീറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഷീറ്റിനെ പറയുന്ന പേരാണ് അലൗൺസ്, ALLONGE. സോ ഇറ്റ് refers, so if the entire space on the back of the negotiable instrument is covered with endorsements, a piece of paper is safely attached to the instrument for the purpose of endorsement. Clear? സോ ഇങ്ങനെയാണെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അതിനു വേണ്ടി നെഗോഷ്യബിലിറ്റി ചെയ്യുന്നതിന് വേണ്ടി, എൻഡോസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലേ, സബ്സിക്വൻ്റ് ആയിട്ടുള്ള എല്ലാ എൻഡോസ്മെൻറ്റും എന്തിൽ ചെയ്യാൻ പറ്റും, ഈ പീസ് ഓഫ് പേപ്പറിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട്
the paper attached with a negotiable instrument for the purpose of making further endorsement is called an allowance. What do you mean by an allowance? It is a separate sheet of paper attached with a negotiable instrument for the purpose of making further endorsement. Clear? Further endorsement ന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? അലൗവൻസ് എന്ന് പറയുന്നു. So effect of endorsement. എന്താണ് ഇതിന് എൻഡോഴ്സ്മെന്റിന്റെ എഫക്റ്റ്? നമ്പർ 1, after endorsement the endorsee gets the right title or property in the instrument. ആർക്കാണോ എൻഡോസ് ചെയ്ത് കിട്ടുന്നത് അവരെയാണ് നമ്മൾ എൻഡോസി എന്ന് പറയുക അല്ലേ? അപ്പോൾ എൻഡോസിക്ക് എൻഡോഴ്സ്മെന്റിന് ശേഷം ക്ലിയർ ആ ഇൻസ്ട്രുമെന്റിന് മുകളിലുള്ള എല്ലാ റൈറ്റും കിട്ടുന്നു. ക്ലിയർ? റൈറ്റ്, ടൈറ്റിൽ, പ്രോപ്പർട്ടി അല്ലേ? ഇതെല്ലാം ആരുടെ പോലെ എൻഡോസർക്ക് എന്താണോ ഉണ്ടായിരുന്നത് ആ റൈറ്റ് മുഴുവൻ കിട്ടുന്നു. ഇതാണ് നമ്മൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ ഹി ഗെറ്റ്സ് ദ റൈറ്റ് ഓഫ് ഫർദർ നെഗോസിയേഷൻ. ഒരു എൻഡോസിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും അതിന് മറ്റൊരാൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ? Then the endorsee acquires the right of the instrument as its holder. So the endorsee acquire the right of the instrument as a holder. അല്ലേ? ഒരു ഹോൾഡർ എന്ന നിലയിൽ ക്ലിയർ എന്തൊക്കെയാണോ റൈറ്റ് അല്ലെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്നുള്ള റൈറ്റ്സ് മുഴുവൻ ആർക്ക് കിട്ടുന്നു? ഇവർക്ക് എൻഡോസിക്ക് കിട്ടും. ക്ലിയർ? Then endorser certifies the genuineness of the instrument. Clear? എൻഡോഴ്സ്മെന്റിലൂടെ എന്താണ് എൻഡോസർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലേ അത് അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഒതന്റിക് ആണെന്നുള്ളൊരു കാര്യം അദ്ദേഹം സർട്ടിഫൈ കൂടെയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദ എൻഡോസർ by his act of endorsing promises to indemnify the endorsee or any subsequent holders for any loss suffered by them on the dishonor of the instrument. ഇനി എൻഡോഴ്സ്മെന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ എ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അല്ലേ ഒരു ചെക്ക് ബിക്ക് കിട്ടി. ക്ലിയർ? ബി അതിന് സിക്ക് കൊടുത്തു, സി അതിന് ഡിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ക്ലിയർ? ഇനി ഡി ഇത് ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ ബാങ്കിൽ നിന്ന് ഡിസോണറായി. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എക്ക് കൊടുക്കുന്ന സമയത്ത് എന്താ ഇത് ഇവര് ഡ്രോയറാണ് അല്ലേ, ഇവര് പേയാണ്. ക്ലിയർ? ബി സിക്ക് കൊടുക്കുമ്പോൾ എൻഡോസർ ആരാണ്? ബി ആണ് എൻഡോസർ. ക്ലിയർ? ഇവരാരാ? എൻഡോസി ആണ്. ക്ലിയർ? സി വരുന്ന സമയത്തോ സി ഡിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സി എന്തായിട്ട് മാറും? എൻഡോസർ ആയിട്ട് മാറും. ഡി എന്തായിട്ട് മാറും? എൻഡോസി ആയിട്ട് മാറും. ക്ലിയർ? ഇനി ഡി ബാങ്കിൽ കൊണ്ടുപോയി ഡിസോണറായി അല്ലേ എങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ എൻഡോസർ ഓരോ എൻഡോസർക്കും ലയബിലിറ്റി ഉണ്ട് എന്നുള്ള ലയബിലിറ്റി. ക്ലിയർ? ഇവിടെ ആദ്യം എൻഡോസ് ചെയ്തതാണ് ബി. ക്ലിയർ? അപ്പോൾ ബി ഈസ് ഹാവിങ് ആൻ ഒബ്ലിഗേഷൻ ടു ക്ലിയർ കോമ്പൻസേറ്റ്. ക്ലിയർ? ആർക്കൊക്കെ? സിക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. ക്ലിയർ? അതുപോലെ ഡിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഡിക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ക്ലിയർ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ലിഗേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. വെറുതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കല്ല, സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ക്ലിയർ എന്തെങ്കിലും ലയബിലിറ്റീസ് വരികയാണെങ്കിൽ ഡിസോണറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലയബിലിറ്റി നഷ്ടം വരികയാണെങ്കിൽ ക്ലിയർ അത് നികത്തി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. So endorser by his act of endorsing promises to indemnify നഷ്ടം കൊടുക്കുക അല്ലെ നഷ്ടപരിഹാരം കൊടുക്കുക. indemnify the endorsee or any subsequent holders for any loss suffered by them on account of dishonor of the instrument. Clear? So the endorser guarantees to the endorsee that he had a good title to the instrument. Clear? ഒരു എൻഡോഴ്സ്മെന്റ് കൊണ്ട് എൻഡോസർ എന്താ കാണിക്കുന്നത്? അയാൾക്ക് ഇതിൽ ഗുഡ് ടൈറ്റിൽ ഉണ്ട് അല്ലെ, ഓണർഷിപ്പ് അയാളുടെ ഇൻടാക്റ്റ് ആയിരുന്നു. ക്ലിയർ? പ്രോബ്ലം ഒന്നും ഇല്ല, ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഓണർഷിപ്പ് അയാൾക്ക് ഉണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ പോലെയാണ്, ഒരു ഗ്യാരണ്ടി പോലെയാണ് അത് എൻഡോഴ്സ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെയാണ് ലീഗലി വ്യൂ ചെയ്യുക. ഓക്കെ. സോ ദീസ് ആർ ഓൾ ദി എഫക്ട് ഓഫ് എൻഡോഴ്സ്മെന്റ്. ദ ജനറൽ റൂൾസ് റിഗാർഡിംഗ് എൻഡോഴ്സ്മെന്റ്. എന്തൊക്കെയാണ് എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ റൂൾസ്? So an endorsement must be regular and valid. Clear? ഒരു എൻഡോഴ്സ്മെന്റ് എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി റെഗുലർ ആൻഡ് വാലിഡ്. ക്ലിയർ? റെഗുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം അല്ലേ, നിയമവിധേയമായിട്ടുള്ളതായിരിക്കണം ഒരു എൻഡോഴ്സ്മെന്റ്. അതല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ദ മെത്തേഡ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രാക്ടീസ് ഫോളോഡ് ബൈ ദ ബാങ്ക്. ക്ലിയർ? ഓരോ ബാങ്കുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്ലേ അവരെന്ത് പ്രാക്ടീസാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരാം. ക്ലിയർ? എൻഡോഴ്സ്മെന്റിൽ വ്യത്യാസം വരാം. ക്ലിയർ? പ്രൊസീജിയർ അനുസരിച്ച് വ്യത്യാസം വരാം. ക്ലിയർ? ഇപ്പോൾ ചെക്കാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നത്,
ഒരു ബാങ്കിൻ്റെ റൂൾസ് അനുസരിച്ച് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യും. വേറൊരു ബാങ്കിൽ പോകുമ്പോൾ ചിലപ്പോൾ മറ്റൊരു രീതി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ അതായിരിക്കും അപ്ലിക്കബിൾ. ക്ലിയർ? സോ ദ ഫോളോയിങ് ആർ സം ഓഫ് ദി ജനറൽ റൂൾസ് റിഗാർഡിംഗ് എൻഡോഴ്സ്മെൻറ്റ് സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ജനറൽ റൂൾസ്. നമ്പർ 1, സിഗ്നേച്ചർ ഓഫ് ദി എൻഡോഴ്സർ. ക്ലിയർ? ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് ചെയ്യണം? എൻഡോഴ്സർ സൈൻ ചെയ്തിരിക്കണം. ക്ലിയർ? സോ എൻഡോഴ്സർ ഓർ എനി അതർ പേഴ്സൺ who are authorized to endorse has to sign on the instrument from a valid endorsement. Clear? Valid endorsement ആണെങ്കിൽ endorser sign ചെയ്തിരിക്കണം. Clear? So if the check is payable to two parties or two persons, clear, both of them should sign. രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള എഴുതിയിട്ടുള്ള clear pay എഴുതിയിട്ട് നമ്മൾ എഴുതി clear pay to ആനന്ദ് ആൻഡ് സുരേഷ് എന്ന് എഴുതിയിട്ട് വിചാരിക്കും. അപ്പം എന്ത് ചെയ്യണം? ആനന്ദും സുരേഷും രണ്ടുപേരും സൈൻ ചെയ്താൽ മാത്രമേ അത് വാലിഡ് എൻഡോഴ്സ്മെന്റ് ആവുള്ളൂ. ഒരാൾ മാത്രം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് എൻഡോഴ്സ്മെന്റ് ആവില്ല. ക്ലിയർ? സോ ഇഫ് ദ ചെക്ക് ഈസ് പേയബിൾ ടു ടു പേഴ്സൺ, ബോത്ത് ഓഫ് ദം ഷുഡ് സൈൻ ദ ഇൻസ്ട്രുമെന്റ് ക്ലിയർ ഇൻ ദെയർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. സ്പെല്ലിംഗ് ക്ലിയർ? വേറൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. ക്ലിയർ? സോ എൻഡോഴ്സർ ഷുഡ് സ്പെൽ ഹിസ് നെയിം ഓൺ ദ സെയിം വേ ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി ഇൻസ്ട്രുമെന്റ് ആസ് പേയി ഓർ എൻഡോസി. എൻഡോസി ആയിട്ടോ പേയി ആയിട്ടോ എന്ത് പേരാണോ അതിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ചെക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പേ ടു ആനന്ദ് ക്ലിയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണോ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം. അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോഴ്സിയുടെ പേര് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം പേര് എഴുതി സൈൻ ചെയ്യേണ്ടത് അത് വാങ്ങിക്കുമ്പോൾ. ക്ലിയർ? അതല്ലെങ്കിൽ അവർക്ക് ബാങ്കുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ക്ലിയർ? ദെൻ so his name is misspelled. If his name is misspelled or his designation has been given wrongly, he should sign the instrument in the same manner given in the instrument. Clear? ഇൻസ്ട്രുമെന്റിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൈൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ കാണിച്ചെങ്കിൽ മാത്രമേ അത് മാറ്റി കൊടുക്കാൻ പറ്റൂ. ക്ലിയർ? so thereafter he can write his correct name. ആദ്യം അങ്ങനെ എഴുതി സൈൻ ചെയ്ത ശേഷം കറക്റ്റ് നെയിം ആണെങ്കിൽ എന്ത് ചെയ്യാൻ? താഴെ വീണ്ടും എഴുതാം. ഇഫ് ലൈക്സ് ടു ഡു സോ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേയ്മെന്റ് the payee name is wrongly spelled as clear Sitara, clear SITARA instead of SITHARA അങ്ങനെയാണ് കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ എൻഡോഴ്സ്മെന്റ് അല്ലേ അങ്ങനെ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റിൽ കൊടുത്തിരിക്കുന്ന പേരെന്താണോ അതനുസരിച്ച് തന്നെ ആദ്യം സൈൻ ചെയ്യുക. ക്ലിയർ? എന്നിട്ട് പിന്നെ താഴെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ താഴെ വീണ്ടും കറക്റ്റ് നെയിമും കൊടുക്കാം. ക്ലിയർ? അപ്പോൾ അത് വാലിഡ് ആയിട്ട് മാറും. ക്ലിയർ? പക്ഷേ ഇത് മാത്രമായിട്ട് കൊടുത്താലോ ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? അതിലുള്ള പേയുടെ പേരെന്താണ്? SITARA ആണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് മിസ്പെൽറ്റിംഗ് വരുന്ന സമയത്ത് അവർ പേയ്മെൻറ്റ് ചെയ്യാറില്ല. ക്ലിയർ? ദെൻ നോ അഡീഷൻ ഓർ ഒമിഷൻ ഓഫ് ദി ഇനീഷ്യൽ ഓഫ് ദി നെയിം. അതുപോലെ തന്നെ an initial cannot be added or omitted from the name of the pay. ക്ലിയർ? ഒരു പേയുടെ പേര് എഴുതുന്ന സമയത്ത് ഇനീഷ്യൽ വയ്ക്കാൻ മറന്നുപോയി, അപ്പോൾ പിന്നീട് ഇനീഷ്യൽ കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ പിന്നീട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് അതിനെ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, നോർമലി. ഓക്കെ, so omitted from the name of the payee or endorsee as given in the check. ക്ലിയർ? ചെക്കിൽ ആദ്യം കാണിച്ച ശേഷം പിന്നീട് അതിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ആരാണോ അതിൽ ചെക്ക് ഡ്രോ ചെയ്തിരിക്കുന്നത് അവരെന്ത് ചെയ്യണം? അവിടെ ഇനീഷ്യൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പുതിയ പേര് എഴുതി ചേർത്ത് ഇനീഷ്യൽ ചെയ്യണം. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, എ ചെക്ക് പേയബിൾ ടു KP ക്ലിയർ സഹദേവൻ cannot be endorsed as K സഹദേവൻ. ക്ലിയർ? ഇവിടെ KP എന്നുള്ള ഇനീഷ്യൽ കാണിച്ചിട്ട് നമ്മൾ എൻഡോസ് ചെയ്തു എന്ന് വിചാരിക്കുക. ക്ലിയർ? എന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? K സഹദേവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? കാരണം എന്താ? അവിടെ ഇനീഷ്യൽസിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറെ വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ബാങ്കുകൾ എന്ത് ചെയ്യും? അത് റിജക്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ കറക്റ്റായിട്ട് വേണം സ്പെല്ല് ചെയ്യാൻ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ക്ലിയർ? അതർവൈസ് ഇറ്റ് വിൽ ബിക്കം പ്രോബ്ലം. ക്ലിയർ? സോ പ്രിഫിക്സസ് ആൻഡ് സഫിക്സ് ഷുഡ് ബി അവോയ്ഡഡ്. അതുപോലെ തന്നെ പ്രിഫിക്സും സഫിക്സുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. സോ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്താ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേരിൻ്റെ മുമ്പിലുള്ള. ക്ലിയർ? അപ്പോൾ ആനന്ദ് എന്നുള്ളൊരു പേരാണെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ അതിൻ്റെ മുമ്പ് അവരുടെ വീട്ടുപേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വീട്ടുപേര് എന്ത് ചെയ്യണം? മുമ്പിൽ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുക. അതിനുശേഷം വീട്ടുപേരുണ്ടെന്ന് അല്ലെങ്കിൽ സ്ഥലപ്പേരുണ്ടെന്ന് വിചാരിക്കുക, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ പേരിന് മുമ്പും പിൻപും വരും. ഇതിനെ പ്രിഫിക്സ് എന്ന് പറയും,
ഇതിനെന്ത് പറയും? സഫിക്സ് എന്ന് പറയും. ക്ലിയർ? അപ്പം ഇങ്ങനെ പ്രിഫിക്സോ സഫിക്സോ, ക്ലിയർ, നെയിമിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? സോ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദി നെയിം ഓഫ് ദ പേ ഓർ എൻഡോസി ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഇൻ എൻഡോസ്മെൻറ്റ്. ക്ലിയർ? എൻഡോസ്മെൻറ്റിൽ അത് ഒഴിവാക്കണം. ഹെൻസ് ക്ലിയർ courtesy title like Mr, Mrs, Miss, Captain, Doctor, ക്ലിയർ, എസ്ക്വയർ, ഇതൊക്കെ നമ്മൾ സല്യൂട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്, പ്രിഫിക്സായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷുഡ് നോട്ട് പ്രീസീഡ് ഓർ ഫോളോ ദി നെയിം ഓഫ് ദി എൻഡോസി. ക്ലിയർ? ഇപ്പോൾ പേ ടു മിസ്റ്റർ എന്ന് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അത് ഒഴിവാക്കുക. പകരം എന്ത് ചെയ്യുക? പേര് മാത്രം എഴുതുക. ഓക്കെ. അതുപോലെ പേ ടു ക്യാപ്റ്റൻ അല്ലെങ്കിൽ പേ ടു ഡോക്ടർ. ക്ലിയർ? അപ്പോൾ അവിടെ ഒരു സഫിക്സ് പ്രിഫിക്സ് ചേർത്ത് ഒരു ടൈറ്റിൽ കൂടെ ചേർത്ത് നമ്മൾ സല്യൂട്ടേഷൻ കൂടെ ചേർത്ത് പറയുന്ന സമയത്ത് അതിൽ വ്യത്യാസം വന്നതായിട്ട് ചിലപ്പം ബാങ്കുകൾക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ക്ലിയർ? എക്സാമ്പിൾ, എ ചെക്ക് പേയബിൾ ടു ഡോക്ടർ പി ടി സെബാസ്റ്റ്യൻ മേ ബി എൻഡോസ്ഡ് ആസ് പി ടി സെബാസ്റ്റ്യൻ, MD. ക്ലിയർ? അപ്പോൾ പേരിൽ അവിടെ എന്ത് വേണ്ട? ഡോക്ടർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് സല്യൂട്ടേഷൻ ഒഴിവാക്കിയിട്ട് ക്ലിയർ കറക്റ്റ് നെയിം മാത്രം കാണിക്കുക. ഓക്കെ. ഡെസിഗ്നേഷൻ കാണിക്കുക. ഓക്കെ. ദെൻ എൻഡോസ്മെൻറ്റ് ബൈ വുമൺ എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇൻ ദ കേസ് ഓഫ് എ ക്ലിയർ spinster, the correct endorsement consists of her first name and surname. That is, her endorsement is her maiden name followed by her father's name. So, spinster എന്ന് പറയുന്ന ടേം എൻ്റെ മീനിങ് ഇതാണ് കേട്ടോ. an unmarried woman, typically an older woman beyond usual age of marriage. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ഒരു സ്പിൻസ്റ്ററുടെ കേസിലാണ് വരുന്നതെങ്കിൽ അതാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. സോ സ്പിൻസ്റ്ററുടെ കേസ് നമ്മൾ എന്ത് ചെയ്യണം? എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേര് ആദ്യം കാണിക്കുകയും അല്ലേ പിന്നീട് സർനെയിം കാണിക്കുകയും ചെയ്യണം. ക്ലിയർ? സർനെയിം യൂഷ്വലി ഫാദറുടെ പേരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം അവരുടെ മെയ്ഡൻ നെയിം കാണിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫാദറുടെ പേര് സർനെയിം കൂടെ ആഡ് ചെയ്യുന്നു. ക്ലിയർ? അതാണ് ഒരു വുമൻ്റെ പേരിലേക്ക് എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. ദെൻ ഇഫ് എ ചെക്ക് ഈസ് എൻഡോസ്ഡ് ആസ് മിസ് Vishwanath, clear, it is an incomplete name for a girl. Clear? So the correct form of endorsement is Vidya Vishwanath. Clear? സാധാരണ ഇതിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരാണെന്ന് വിചാരിക്കുക അല്ലേ, അതല്ലെങ്കിൽ ഫാദറിൻ്റെ പേരാണെന്ന് വിചാരിക്കുക. അപ്പോൾ മിസ് എന്നിട്ടിട്ട് വിശ്വനാഥ് എന്നിട്ട് കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാങ്കുകൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ പേയ്മെൻറ്റ് ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരായിട്ടാണ് ക്ലിയർ. മെയ്ഡൻ നെയിം എന്ത് ഒഴിവാക്കുക? സല്യൂട്ടേഷൻ ഒഴിവാക്കുക. ക്ലിയർ? വിദ്യ എന്നാണ് അവരുടെ പേരെങ്കിൽ വിദ്യ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു സർനെയിം, ഫാദറുടെ പേര് വിശ്വനാഥ് ആണെങ്കിൽ വിശ്വനാഥ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വേണം കാണിക്കാൻ. സോ ഇൻ ദ കേസ് ഓഫ് എ മാരീഡ് വുമൻ, ക്ലിയർ, she should endorse it in her name plus the name of her husband. Clear? So when a check is payable to a married woman in her maiden name, the correct form of endorsement in her maiden name followed by her husband's surname with the words ni. Clear? So meaning formerly. Okay, എന്നുള്ള അർത്ഥത്തിൽ കാണിക്കണം. And her maiden name, for example, a check is payable to Miss Lizzie Verghese. Yeah. But now she is married to Mr. Jose. So married womanൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ അല്ലേ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ലിസി വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ നമ്മൾ എൻഡോസ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ എൻഡോസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക അല്ലേ. ഫർദർ വർഗീസ് എന്ന് പറയുന്ന ഫാദറുടെ പേരാണ്. ക്ലിയർ? ദെൻ അവർ മാരേജ് ചെയ്തതിന് ശേഷം ജോസിനാണ് മാരേജ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ പേരെന്തായിട്ട് മാറും? ലിസി ജോസ് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ സൈൻ ചെയ്യുമ്പോൾ ബാങ്കിന് പക്ഷേ അറിയില്ല. കാരണം എന്താ? ബാങ്കിൻ്റെ റെക്കോർഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിലെ റെക്കോർഡ് അനുസരിച്ച് ലിസി വർഗീസാണ്. ക്ലിയർ? പക്ഷേ ഇപ്പോൾ എന്തായിട്ട് മാറി? ലിസി ജോസ് ആയിട്ട് മാറി. ഇപ്പോൾ രണ്ടും വേറെ വ്യക്തിയാണോ? അല്ല, ഒരേ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് വരുന്ന സമയത്ത് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യണം? ലിസി ജോസ് എന്ന് എഴുതി സൈൻ ചെയ്തിട്ട് ക്ലിയർ നമ്മൾ എന്ത് വേർഡാണ് അവിടെ ചേർക്കാൻ പോകുന്നത്? NEE, നീ അല്ലേ. ദാറ്റ് ഈസ് പ്രീവിയസ്ലി, ഫോർമർലി. ക്ലിയർ? ലിസി വർഗീസ്. ഓക്കെ. ആ രീതിയിൽ നമ്മൾ എഴുതാം. ഓക്കെ. സോ ലിസി ജോസ് എഴുതി സൈൻ ചെയ്ത്
ക്ലിയർ. നീ വർഗീസ്, ലിസി വർഗീസ്. അപ്പം എന്തായി, ലിസി വർഗീസ് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഇപ്പം ലിസി ജോസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ പേർക്കാണ് എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് എൻഡോസ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പം ഇങ്ങനെയായിട്ട് മാറും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് ഫോം ഓഫ് എൻഡോസ്മെൻ്റ് ആയിട്ട് മാറുന്നു. ദെൻ എൻഡോസ്മെൻറ്റ് ബൈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഇഫ് എ പേയി ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ, കിട്ടേണ്ട വ്യക്തി ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹി മേ എൻഡോസ് ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ അഫിക്സിങ് ഹിസ് തംബ് ഇംപ്രഷൻ ദെയർ. ഇവരെന്താ ചെയ്യുക സാധാരണ? ലെഫ്റ്റ് ഹാൻഡ് അല്ലേ, ലെഫ്റ്റ് ഹാൻഡിലുള്ള തമ്പ് ഇംപ്രഷനാണ് വയ്ക്കുക. അല്ലേ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്ന് പറയും. അല്ലേ, അപ്പോൾ അത് വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അയാളുടെ തമ്പ് തന്നെയാണെന്ന് ആർക്കറിയാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഹി ഷുഡ് ബി വിറ്റ്നസ്ഡ് ബൈ, ഓർ ദ സിഗ്നേച്ചർ ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ സംബഡി ഹൂ ഷുഡ് ഹാവ് ഫുൾ അഡ്രസ്. ക്ലിയർ. ഫുൾ സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യണം? അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യിപ്പിക്കണം. ക്ലിയർ. For example, a check is payable to Muni, who is an illiterate person. Clear? അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അത് ഫർദർ എൻഡോസ്മെൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം അയാൾ തമ്പ് വെക്കണം. അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അറ്റസ്റ്റഡ് ബൈ എഴുതി. ഫോർ എക്സാമ്പിൾ സിഗ്നേച്ചർ ഒരാൾ സൈൻ ചെയ്യുന്നു, അബ്ദുൽ സലാം അഡ്വക്കേറ്റ്. ക്ലിയർ. കോട്ട് റോഡ്, കോഴിക്കോട്. ക്ലിയർ. അപ്പോൾ ആരാണ് ഈ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്തതെന്ന് ബാങ്കിന് അറിയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് അത് വാലിഡ് ആയിട്ട് മാറും. ക്ലിയർ. അപ്പോൾ ഇല്ലിറ്ററേറ്റ് പേഴ്സണാണ് തമ്പ് ഇംപ്രഷനാണ് വെക്കുന്നതെങ്കിൽ ക്ലിയർ, പൈസ അല്ലെങ്കിൽ അത് ഇൻസ്ട്രുമെൻ്റ് മറ്റൊരാൾക്ക് എൻഡോസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ രീതിയിൽ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. ക്ലിയർ. അതുപോലെ ചെക്കിൻ്റെ പൈസ മാറുന്നതിനും ഇങ്ങനെ ഒരു വിറ്റ്നസ് ആവശ്യമായിട്ട് വരും. ക്ലിയർ. ഇഫ് ഹി ഈസ് ഇല്ലിറ്ററേറ്റ്. സോ നമ്പർ 7, എൻഡോസ്മെൻറ്റ് ബൈ ഫേംസ്. അപ്പോൾ അടുത്ത വേറൊരു കാര്യമാണ്. ക്ലിയർ. ഫേമുകൾ തമ്മിലുള്ള എൻഡോസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക? സോ ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, the name of the firm must be signed by a person, that is a partner or a manager etc., who is duly authorized to sign the on behalf of the partnership firm. അല്ലേ, പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡ് അനുസരിച്ച്, എഗ്രിമെൻ്റ് അനുസരിച്ച് ആർക്കാണ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അല്ലേ ഈ അക്കൗണ്ടും ചെക്കിലും ഒക്കെ സൈൻ ചെയ്യാനുള്ള അതോറിറ്റി കൊടുത്തിരിക്കുന്നത്, അവരാണ് എന്ത് ചെയ്യേണ്ടത്? എൻഡോസ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ. സോ ദ നെയിം ഓഫ് ദ ഫേം must be mentioned in full. For example, a check payable to Sai Trading Company may be endorsed in one of the following way. Clear. താഴെ പറഞ്ഞ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ക്ലിയർ. പേ ടു ബ്രൈറ്റ് കമ്പനി എൻഡോസ് ചെയ്തു. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്തു? ഫോർ സായി ട്രേഡിംഗ് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരാണ്. ക്ലിയർ. സായ് കുമാർ മാനേജിങ് പാർട്ട്ണർ അല്ലെങ്കിൽ മാനേജർ. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ആരാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ആർക്കാണ് ഇതിൽ റൈറ്റ് ഉള്ളത്, അതോറിറ്റി ഉള്ളത്. ക്ലിയർ. ജോയിൻ്റ് ആയിട്ടാണോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ, ഹു ക്യാൻ സൈൻ ദ ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ശശികുമാർ അല്ലേ, സായികുമാർ. അപ്പോൾ സായികുമാർ അല്ലേ അവർ പേര് എഴുതി ഒപ്പിട്ടിട്ട് അവരുടെ ഡെസിഗ്നേഷൻ കൂടെ പാർട്ട്ണർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ മാനേജിങ് പാർട്ട്ണർ വാട്ട് എവർ ഇൻ മേ ബി. ക്ലിയർ. നിങ്ങൾക്കാണ് ദെൻ അല്ലെങ്കിലോ വേറെ രീതിയിലും എൻഡോസ് ചെയ്യും. അങ്ങനെ പേ ടു കൃഷ്ണ ട്രേഡേഴ്സ് എന്ന് എഴുതി. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു വേർഡ് കൂടെ അതിൽ ചേർക്കണം. ക്ലിയർ. പെർ പ്രോ. ക്ലിയർ. ഫോർ എന്ന് ചേർക്കുന്നതിന് പകരം പറയുന്നൊരു വേർഡാണ് പെർ. ക്ലിയർ. PRO. പെർ പ്രോ സായ് ട്രേഡിംഗ് കമ്പനി. ക്ലിയർ. ദെൻ സിഗ്നേച്ചർ ഗോവിന്ദ്. ക്ലിയർ. അപ്പോൾ സായ് ട്രേഡിംഗ് കമ്പനിക്ക് വേണ്ടി ഗോവിന്ദ് സൈൻ ചെയ്തു. എന്നിട്ട് അവരുടെ ഡെസിഗ്നേഷൻ പാർട്ട്ണർ ആണെങ്കിൽ പാർട്ട്ണർ, മാനേജർ ആണെങ്കിൽ മാനേജർ. ക്ലിയർ. ഇപ്പോൾ പെർ പ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ബിഹാഫ് ഓഫ്. ക്ലിയർ. അല്ലെങ്കിൽ ഫോർ എന്നർത്ഥം. ഓക്കെ. Number 8, endorsement by companies and other institutions. Endorsement by companies and other institutions. That's clear. So in the case of a joint stock company and other institutions, endorsement should be made by a person who is authorized to sign on behalf of the company. കമ്പനിയുടെ അക്കൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യാനോ സൈൻ ചെയ്യാനോ ആർക്കാണോ അധികാരമുള്ളത് അവരായിരിക്കണം എൻഡോസ് ചെയ്യുന്നത്. സോ സിഗ്നേച്ചർ മസ്റ്റ് ബി give his signature must give his capacity, official position, designation, clear, an indicator of his authority to sign the check on behalf of the institution. Clear. For example, a check payable to Global Trading Limited is endorsed as follows. Clear. For Global Trading Limited, maybe clear, Rajiv. Clear. Director, manager, secretary or accountant. Clear. ഇതെവിടെ ഉണ്ടാവും? ഈ ആർക്കാണ് സൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത്?
അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വ്യക്തമായി പറയണം. ക്ലിയർ? ഹു ക്യാൻ സ്റ്റാർട്ട് എൻ അക്കൗണ്ട്, ഹു ക്യാൻ സൈൻ എ ചെക്ക്, അല്ലേ, ഹു ക്യാൻ എൻഡോസ് എ ചെക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെക്ക് സൈൻ ചെയ്യാൻ ആർക്കാണോ അതോറിറ്റി കൊടുത്തിരിക്കുന്നത് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, എൻഡോസ്മെൻറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അവിടെ സൈൻ ചെയ്ത പേര് എഴുതി ഡെസിഗ്നേഷൻ കൂടെ കാണിക്കണം. ക്ലിയർ? അത് കമ്പനിയുടെ അതായതുകൊണ്ട് ഫോർ എന്നുള്ള വേർഡ് നമ്മൾ ചേർക്കണം. ഫോർ ഗ്ലോബൽ ട്രേഡിംഗ് കമ്പനി, കമ്പനിയുടെ പേര് എഴുതിയിട്ട് വേണം സൈൻ ചെയ്യാൻ. ഓക്കെ. ദെൻ a check payable to Jawahar Company, Jawahar College, clear, is endorsed as follows. എങ്ങനെ ചെയ്യാം? ഫോർ ജവഹർ കോളേജ് പ്രിൻസിപ്പൽ, ക്ലിയർ, എഴുതി അയാളുടെ പേര് എഴുതി സൈൻ ചെയ്തു. ക്ലിയർ? അപ്പോൾ പേര് എഴുതി സൈൻ ചെയ്ത് ഡെസിഗ്നേഷനും കൂടെ കാണിക്കും. ഓക്കെ. സീലുണ്ടെങ്കിൽ സീല് വെക്കേണ്ടി വരും. ഇവിടെ പ്രിൻസിപ്പലൊക്കെ ആണെങ്കിൽ സീലുണ്ടാവും, അപ്പോൾ സീല് വെക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ സെക്രട്ടറിയോ മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ അവർക്ക് സീലുണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ഡെസിഗ്നേഷൻ സീൽ അവിടെ വെക്കേണ്ടി വരും. അപ്പോൾ അതിൽ പേരും ഉണ്ടാവും, ഡെസിഗ്നേഷനും ഉണ്ടാവും. ഓക്കെ. ദെൻ എൻഡോഴ്സ്മെൻറ്റ് ബൈ ഏജൻസ്. ഏജൻസ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ. സോ എ പേഴ്സൺ may authorize his agents to endorse a check on behalf, അല്ലേ, ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ഒരു ചെക്ക് എൻഡോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏജന്റിന് വേണ്ടി പ്രിൻസിപ്പൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓതറൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേസിൽ എൻഡോഴ്സ്മെന്റ് ഇൻ സച്ച് എ കേസ് should be as follows. For example, a check payable to M. Srinivas, clear, will be endorsed by his agent as follows. Clear? ശ്രീനിവാസിന് കൊടുക്കേണ്ട ചെക്കാന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ശ്രീനിവാസിന് വേണ്ടിയിട്ടാണ് ആര് സൈൻ ചെയ്യുന്നത്? KS രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഏജന്റ് സൈൻ ചെയ്യുന്നത്. സോ ഫോർ M. ശ്രീനിവാസൻ അയാളുടെ പേര് എഴുതി എന്നിട്ട് KS രഞ്ജിത്ത് എഴുതി സൈൻ ചെയ്തിട്ട് അയാളുടെ ഏജന്റ് ആണെന്നുള്ളത് കാണിക്കും. ഏജന്റ് ഓഫ് ശ്രീനിവാസൻ. ക്ലിയർ? ഇങ്ങനെ കാണിക്കാം. ഇനി ഫോർ എന്ന് വയ്ക്കുന്നില്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് എന്ന് ചേർക്കാം. അതല്ലെങ്കിലോ പെർ പ്രോ. ക്ലിയർ? ഓൺ ബിഹാഫ് ഓഫ് നോ പെർ പ്രോന്നോ അല്ലെങ്കിൽ ഫോറോ വെച്ചിട്ട് വേണം ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ ഒരു ഏജന്റാണ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നെങ്കിൽ, ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പലിന്റെ പേര്, അല്ലേ, ഫോർ ദ പ്രിൻസിപ്പൽ, ഫോർ ദി മിസ്റ്റർ ശ്രീനിവാസൻ, അല്ലെങ്കിൽ ഫോർ M. ശ്രീനിവാസൻ. ക്ലിയർ? അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് M. ശ്രീനിവാസൻ എഴുതി സൈൻ ചെയ്ത് അയാളുടെ പേര് എഴുതി ഏജന്റിന്റെ പേര് എഴുതി ഏജന്റ് എന്നാണെന്ന് കാണിക്കും. ക്ലിയർ? എൻഡോഴ്സ്മെന്റ് ബൈ ലിക്വിഡേറ്റേഴ്സ്. ലിക്വിഡേറ്റേഴ്സ് എൻഡോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? സോ ഇഫ് എ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ് and an official receiver is appointed, a check payable to him can be endorsed as follows. Here, so endorsement by liquidators. So if a company is liquidated, company liquidator winding up ആയിരുന്നു വിചാരിക്കപ്പോൾ അതിന് വേണ്ടി കോടതി എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു ഒഫീഷ്യൽ റിസീവറിനെ അല്ലെങ്കിൽ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ചെക്ക് പേയബിൾ ടു ഹിം ക്യാൻ ബി എൻഡോസ്ഡ് ആസ് ഫോളോസ്. അല്ലേ, അയാൾക്ക് കിട്ടേണ്ട ഒരു ചെക്കിനെ അയാൾ എൻഡോസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് എൻഡോസ് ചെയ്യേണ്ടത്? അപ്പോൾ കമ്പനിയുടെ പേര് അവിടെ കാണിക്കണം. ക്ലിയർ? അപ്പോൾ കമ്പനി പേര് എങ്ങനെ കാണിക്കും? ഫോർ അജിത് മിനറൽസ് ലിമിറ്റഡ് ഇൻ ലിക്വിഡേഷൻ അല്ലെങ്കിൽ ഓൺ ലിക്വിഡേഷൻ. ക്ലിയർ? അപ്പോൾ കമ്പനി ലിക്വിഡേഷൻ ആണെന്ന് കൂടെ കാണിക്കണം. ക്ലിയർ? ദ ലിക്വിഡേഷൻ കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സ്റ്റേജിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കമ്പനി ഇപ്പോൾ നിലനിൽക്കുന്നില്ല, അല്ലേ, ലിക്വിഡേറ്റിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ പേര് മാത്രം കാണിച്ചാൽ പോരാ. ക്ലിയർ? കമ്പനി ഇൻ ലിക്വിഡേഷൻ. അതുകൊണ്ട് കമ്പനി ഇൻ ലിക്വിഡേഷൻ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കമ്പനിയുടെ പേര് കാണിക്കുക, ഇൻ ലിക്വിഡേഷൻ കൂടെ ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു, പേര് എഴുതുന്നു. ദെൻ ഡെസിഗ്നേഷൻ ലിക്വിഡേറ്റർ, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, അല്ലെങ്കിൽ സീൽ എന്തെങ്കിലും സീൽ വയ്ക്കാൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് എൻഡോഴ്സ്മെന്റ് ബൈ ലിക്വിഡേറ്റർ. Then endorsement by trustee or executor. Clear? ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടറുടെ കേസിൽ എങ്ങനെയാണ് വരിക? ക്ലിയർ? സോ ഇഫ് എ ചെക്ക് ഈസ് പേയബിൾ ടു എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടേഴ്സ് ഇറ്റ് ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഓൾ ഓഫ് ദം. ക്ലിയർ? ഒരു ചെക്ക് ഒരു ട്രസ്റ്റിക്കോ എക്സിക്യൂട്ടറിനോ നമുക്ക് കൊടുക്കുക, അല്ലേ? എങ്ങനെ വരുന്ന ഒരു ചെക്കാണെങ്കിൽ നമ്മൾ എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? എക്സാമ്പിളോട് പറയുന്നുണ്ട്. എ ചെക്ക് പേയബിൾ ടു എ ട്രസ്റ്റി of late Joseph Matthew is endorsed as follows. Clear? ആർക്കാണ് എൻഡോസ് ചെയ്ത് കൊടുക്കേണ്ടത്? അയാളുടെ പേര് എഴുതി. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആരാണോ സൈൻ ചെയ്തിരിക്കുന്നത് അയാളുടെ പേര് സൈൻ ചെയ്ത് പേര് എഴുതി ട്രസ്റ്റി ഓഫ് ലേറ്റ് ജോസഫ് മാത്യു. ക്ലിയർ? അവിടെ ലക്ഷ്മൺ ആരാണ്? ട്രസ്റ്റിയാണ്. ക്ലിയർ? ആരുടെ ട്രസ്റ്റിയാണ്? ജോസഫ് മാത്യുവിൻ്റെ ട്രസ്റ്റിയാണ്. ക്ലിയർ? അപ്പോൾ അത് കാണിക്കുന്നു. അപ്പോൾ ഡെസിഗ്നേഷൻ കാണിക്കുന്നു. ക്ലിയർ? സൈൻ ചെയ്യും. ആർക്കാണ് ചെക്ക് എൻഡോസ് ചെയ്യുന്നത്? P. കുരുവിളയ്ക്കാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ആർക്കാണോ എൻഡോസ് ചെയ്യേണ്ടത് അവരുടെ പേര് എഴുതി അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു? എൻഡോസ് ചെയ്യുന്ന വ്യക്തി
പേരെഴുതി എന്നിട്ട് ചെയ്യും. ക്ലിയർ? പിന്നെ 2 ട്രസ്റ്റീസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? എൻഡോസ് ടു എഴുതി ആർക്കാണോ കൊടുക്കേണ്ട അവരുടെ പേര് എഴുതിയിട്ട് ആരൊക്കെയാണോ ട്രസ്റ്റീസ് ക്ലിയർ അവരുടെ പേര്. ഇപ്പോൾ 2 പേരും ട്രസ്റ്റി ആണെങ്കിൽ 2 പേരുടെയും പേര് എഴുതി സൈൻ ചെയ്തു. എന്നിട്ട് ട്രസ്റ്റീസ് ഓഫ് ക്ലിയർ ലേറ്റ് ജോസഫ് മാത്യു. ക്ലിയർ? ഇങ്ങനെ ട്രസ്റ്റീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരേ വ്യക്തിയാണെങ്കിൽ ഒരാളുടെ മാത്രം പേര് എഴുതി സൈൻ ചെയ്തിട്ട് അവരുടെ ട്രസ്റ്റിയാണെന്ന് കാണിച്ചാൽ മതി. 2 or 3 ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേര് എഴുതി അവരെ എല്ലാവരും സൈൻ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഇതൊക്കെയാണ് എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.